റഹീമിനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ചെറുപ്പത്തിലാണോ കണ്ടത്? ചെറുപ്പത്തിലേ കണ്ടത്. എന്ത് തോന്നുന്നു? റഹീം 20 വർഷത്തിന് ശേഷം മോചിതനാവാണ്. സന്തോഷമാണ്. വലിയ പെരുന്നാളായി. വലിയ സന്തോഷം തന്നെ. വലിയ പെരുന്നാളായില്ലേ? അങ്ങനെ തൊട്ടടുത്തുള്ള ഞാൻ പറഞ്ഞു അവൻ്റെ അമ്മ കരഞ്ഞപ്പോൾ നെഞ്ഞെത്തി തച്ച് അറിഞ്ഞപ്പോൾ നിങ്ങളെ മോൻ പെരുന്നാളാകുമ്പത്തിന് എത്തും, പെരുന്നാളിൻ്റെ അന്ന് നിങ്ങളെ മോൻ നിങ്ങളെ കൂടെ ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പോകുന്നതാ ഓൻ്റെ അമ്മനോട്. ആ പ്രാർത്ഥന കേട്ട് ആ ഒരു സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. വലിയ സന്തോഷത്തിൽ തന്നെ തൊട്ടടുത്ത വീടുകളിലുള്ള ഉമ്മമാരുണ്ട്, സ്ത്രീകൾ, അങ്ങനെ എല്ലാവരും റഹീമിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരൊക്കെ 20 വർഷമായി കാത്തിരിപ്പിലായിരുന്നു. ആ ഉമ്മാൻ്റെ വിഷമം ഒരു പക്ഷേ നേരിട്ട് കണ്ടവരായിരിക്കും അല്ലേ? റഹീമിന്റെ ഉമ്മാന്റെ വിഷമെല്ലാം നേരിട്ട് കണ്ടവരല്ലേ? അമ്മായിന്റെ മോനാ? ഇപ്പൊ എന്ത് തോന്നുന്നു? 20 വർഷത്തിന് ശേഷം റഹീം വരാണ് നാട്ടിലേക്ക്. ഉമ്മക്ക് എന്ത് പറയാറുണ്ടായിരുന്നു? എന്തേലും അല്ല, റഹീമിന്റെ ഉമ്മ എന്തെങ്കിലും സംസാരിക്കാറുണ്ടായിരുന്നോ? റഹീം ഇപ്പൊ ജയിലിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞപ്പോ ഉമ്മാന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഉമ്മ എന്തായിരുന്നു പറഞ്ഞത്? അതിന് മുമ്പ് വെറും സങ്കടമായിരുന്നു. ആ സങ്കടത്തിൽ തന്നെ എപ്പോഴും കണ്ടാലും അപ്പം നിറവിക്കും. ആ നിറവിലേക്ക് അങ്ങനെ വരണ്ടില്ല ചെയ്യാം. ഒരാഴ്ച കൂടെ ഇപ്പൊ ഒന്ന് വർത്താനൊക്കെ അറിഞ്ഞു പോകുന്നു. നിറവിലേക്ക് ആകേണ്ടി വരും. കണ്ടാലപ്പം നിറവിക്കും. മുട്ടിയേന്ന് പറയാൻ നിറവിക്കാനും കഴിയും. റഹീമിന്റെ ഉമ്മയെ കാണുമ്പോഴൊക്കെ തന്നെ ഉമ്മ റഹീമിനെ ആലോചിച്ച് കരയുമായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ കാണാൻ പോകുമ്പോഴൊക്കെ തന്നെ അതായിരുന്നു അനുഭവം. റഹീമിനെ നേരിട്ട് അറിയോ ഉമ്മ? ചെറുതിലാണോ കണ്ടേ? ചെറുതിലല്ല, എന്റെ കല്യാണം കഴിഞ്ഞ വീട്ടിൽ പോയതാണ്. പരിചയമുണ്ട്. നിങ്ങളെ വീട് എവിടെ? അടുത്താ? തൊട്ടടുത്ത്. സന്തോഷായില്ലേ? പെരുന്നാള് കണ്ടാലേ സന്തോഷമാവുള്ളൂ. അപ്പൊ വരൂ, പേടിക്കണ്ട. അടുത്തെത്തിന്ന് പറയുന്നു. 2 പെരുന്നാളായില്ലേ? അതെ, സങ്കടത്തിൽ പങ്കുകൊള്ളാൻ വന്നിരുന്നു. ഇനിയിപ്പോ സന്തോഷത്തിലും പങ്കുകൊള്ളാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. പെരുന്നാൾ റഹീമിന്റെ വീട്ടിലാണോ? അതെ, ഒന്ന് കയറി ഇറങ്ങണം. ഉമ്മാനൊന്ന് കാണണം അല്ലേ? റഹീം ജയിലിലായിരിക്കുന്ന സമയത്തൊക്കെ ഉമ്മാനെ കാണാറുണ്ടോ? ഓ, കാണാറുണ്ട്. ഉമ്മ സങ്കടത്തിലാണ്. സങ്കടത്തിൽ ഞങ്ങളെല്ലാരും പങ്കുകൊള്ളും. അങ്ങനെ ഇടക്കിടക്ക് ഉമ്മാന്റെ അടുത്ത് വന്ന് പോവലുണ്ട്. ഇനിയിപ്പോ റഹീം എത്തിയതിനു ശേഷം ഒന്നും കൂടി കാണണം. സന്തോഷം പങ്കിട്ടണം. അതെ, ആ സന്തോഷം നേരിട്ട് അറിയാനുള്ള ഒരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് തന്നെ. റഹീമിനെ അറിയാമോ? കണ്ടിട്ടുണ്ടോ നേരത്തെ? ഞാൻ ഇവിടെ കഴിച്ചു വന്നതാണ്. അങ്ങനെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. അവരൊക്കെ തന്നെ റഹീമിന്റെ ഉമ്മയെ ഈ സങ്കടത്തിൽ, റഹീമിന്റെ ഉമ്മയുടെ സങ്കടത്തിൽ ഒപ്പമുണ്ടായിരുന്നവരാണ്. അവരാണ് ഇപ്പോൾ ഉമ്മയുടെ സന്തോഷത്തിൽ കൂടി പങ്കുചേരാൻ എത്തിയത്. റഹീം